തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. പ്രശസ്തിയാർജിച്ച ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നൽകിവരുന്ന അവാർഡുകൾ ക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിതരണം ചെയ്തു. പ്രശസ്തിയാർജിച്ച ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ വർഷം തോറും നൽകിവരുന്ന അവാർഡുകൾ ക്ഷേത്രാങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വിതരണം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ ടി കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഈശ്വര ചൈതന്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങളിലേക്ക്, പ്രതിഷ്ഠകളിലേക്ക് ആവാഹിച്ച് അവിടെ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിരന്തരമായിട്ടുള്ള പരിചരണം, ഞാൻ ഈ മത്സ്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞ പോലെ നിരന്തരമായിട്ടുള്ള പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, നമ്മളുടെ സമർപ്പണങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ സങ്കീർത്തനങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ വഴിപാടുകളുണ്ടെങ്കിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഈശ്വര ചൈതന്യം അവിടെ നിലനിൽക്കുകയുള്ളൂ. ഈ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെയൊക്കെ നിതാന്തമായിട്ടുള്ള സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടുമൊക്കെ ഈ ഈശ്വര ചൈതന്യത്തിന് പലപ്പോഴും അപജയം സംഭവിക്കാം. ക്ഷേത്രങ്ങളിലൊക്കെ കലശവും ശുദ്ധിയും ഇതൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടിരിക്കും. എന്തിനാ നമ്മൾ കലശാടുന്നത്? ഇതുപോലെ നമ്മൾ ചിലപ്പോൾ വേണ്ടത്ര ശുദ്ധിയില്ലാതെ ഒക്കെ ഈ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഈ ഈശ്വര ചൈതന്യത്തിൻ്റെ അപജയത്തെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുവാനും കൂടുതൽ വർദ്ധിച്ച ചൈതന്യത്തോടുകൂടി ആ ഈശ്വര സാന്നിധ്യം അവിടെ ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ കലശമാടുന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കോഴിമാംപറമ്പ് പൊൻചിലമ്പ് പുരസ്കാരം കലാമണ്ഡലം ഗോപാലകൃഷ്ണന് 15,001 രൂപയും പുരസ്കാരവും പ്രശസ്തി പത്രവും, മണ്ണത്ത് മുരളീധരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മുരളീരവം പുരസ്കാരം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസിന് 10,001 രൂപയും പുരസ്കാരവും പ്രശസ്തി പത്രവുമാണ് നൽകിയത്. കൂടാതെ ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ അവാർഡുകളായ രവി കിരണം പുരസ്കാരം ഡോക്ടർ വാസു വൈദ്യർക്കും, രാഘവീയം പുരസ്കാരം കെ പി കമല ടീച്ചർ, ഗീതാനന്ദം പുരസ്കാരം കലാമണ്ഡലം കാർത്തിക് ശങ്കർ എന്നിവർക്കും നൽകി. ശ്രീ കലാമണ്ഡലം കാർത്തിക് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണഴി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ എ അനന്തകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ക്ഷേമമുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള സാംസ്കാരികം പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് സാമൂഹ്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഈ ക്ഷേത്ര മൈതാനത്ത് ഈ പരിപാടി തുടങ്ങിയത് മുതൽ വരാറുണ്ട്. വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഇന്നലെ വന്നപ്പോൾ കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, അതിന് മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ തുള്ളൽ കണ്ടു. കുടുംബമായിട്ടും ഇവിടെ വന്നിട്ട് വൈകുന്നേരം ഈ പരിപാടികൾ ആസ്വദിക്കാറുണ്ട്. ഈ വിവിധ പ്രതിഭകൾക്ക്, ഒരുപാട് പ്രതിഭകൾക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്നതിനായിട്ട് വളരെ നല്ലൊരു വേദിയാണിത്. ക്ഷേത്ര സമിതി തന്നെ
ഇവർക്ക് വേണ്ട സ്റ്റേജ്, ലൈറ്റ്, അതുപോലെ സൗണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിയോടനുബന്ധിച്ച് സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വളരെയധികം സംഭാവനകൾ നൽകിയ ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മഹത് വ്യക്തികളെ കൂടുതൽ അറിയാനായിട്ടും അവരുടെ സംഭാവനകൾ നമുക്ക് പ്രചോദനം നൽകുന്നതിനായിട്ടും അവരെ പറ്റി കൂടുതൽ അറിയുന്നതിനും ഇത്തരത്തിലുള്ള ചടങ്ങ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ നവീകരിക്കലാണ്. മനുഷ്യനെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നാണ്. നമ്മൾ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ, മൂല്യങ്ങളാണ്. നമുക്ക് തൊട്ടടുത്തുള്ള ഒരാളുടെ വേദന കാണുമ്പോൾ മനസ്സ് പിടയുന്ന ഒരു എന്താ പറയുക, മനസ്സ് നൊമ്പരപ്പെടണം. അതുപോലെ തന്നെ അയൽക്കാരൻ്റെ വേദന. സന്ധ്യ മണ്ണത്ത്, വൈസ് പ്രസിഡന്റ് KK മുരളീധരൻ, K സുന്ദരൻ, അനുശ്രീ, ക്ഷേത്രകലാ സാംസ്കാരിക സമിതി സെക്രട്ടറി PG രതീഷ്, ട്രഷറർ മനോജ് തൈക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. രണ്ടുപേരുടെ ഓട്ടംതുള്ളൽ, ഡാൻസ്, പാഞ്ഞാൾ സ്വദേശികളായ വീട്ടമ്മമാരുടെ തിരുവാതിരക്കളിയും മറ്റ് വിവിധ കലാപരിപാടികളും നടന്നു. CCV ന്യൂസ്, ചേലക്കര.